സർ, കൽഭൂഷൺ യാദവിനെ പാകിസ്ഥാന് ഒറ്റിക്കൊടുത്ത പാകിസ്ഥാനി ഉണ്ടായിരുന്നു. അതായത് ഷാമിർ എന്നാണ് അയാളുടെ പേര്. അയാൾ വെടിയേറ്റ് മരണപ്പെട്ടിരിക്കുന്നു. ആരാണെന്ന് അറിയില്ല, അജ്ഞാതനാണ് എന്ന് പറയപ്പെടുന്നു. എന്തൊക്കെയാണ് സർ വിവരങ്ങൾ? അത് പറയുമ്പോൾ ഒന്നാമത് കൽഭൂഷൺ യാദവ് അല്ല, കൽഭൂഷൺ ജാദവാണ്. ജാദവ് ഇന്ത്യൻ നേവിയിലെ ഉദ്യോഗസ്ഥനായിരുന്നു. വളരെ മുമ്പ് VRS എടുത്തു. VRS എടുത്തത് ഇറാനിലെ ചാബഹാർ പ്രദേശത്ത്, അവിടെ നമുക്കൊരു തുറമുഖമുണ്ട്, അവിടെ ബിസിനസ് ചെയ്യുകയായിരുന്ന ആളെ 2016 മാർച്ച് 3 പാകിസ്ഥാൻ പട്ടാളം പിടികൂടി. പാകിസ്ഥാൻ പട്ടാളം പിടികൂടിയതല്ല, ഇപ്പോൾ കൊല്ലപ്പെട്ട മുഹമ്മദ് ഷാമിർ എന്ന് പറയുന്ന അയാൾ മുഫ്തിയാണ്. മുഫ്തി എന്ന് പറഞ്ഞാൽ മതപണ്ഡിതൻ എന്നാണ് പറയുന്നത്. അയാൾക്കൊരു പാർട്ടിയുണ്ട്, ജമിയത്ത് ഉലമ ഇ ഇസ്ലാം, JIUF എന്നാണ് അറിയപ്പെടുന്നത്. ഈ പാർട്ടിയുടെ ആളാണ്. പക്ഷേ അയാൾ പാകിസ്ഥാൻ്റെ ISI ചാരനാണ്. ബലൂജ് മേഖലയിൽ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി, ബലൂജ് വിമോചന പോരാളികൾക്കെതിരായിട്ടുള്ള വിവരങ്ങൾ ശേഖരിക്കുന്ന ഒരാളാണ്. മതപണ്ഡിതനാണ് ഒക്കെയാണ്. അയാളാണ് നമ്മുടെ കൽഭൂഷൺ ജാദവ് എന്ന് പറയുന്ന ആൾ. ഇന്ത്യയുടെ ചാരനാണ്, റോയുടെ ആളാണെന്ന് പറഞ്ഞ് ഇയാളും സംഘവും കൂടി പിടിച്ചെടുത്ത് പാകിസ്ഥാന് കൈമാറി. 2016 മാർച്ച് 3. 2014 ഇന്ത്യയിൽ നരേന്ദ്രമോദിയുടെ ഭരണമാണ്. നരേന്ദ്രമോദിയുടെ ഭരണകാലത്ത് നരേന്ദ്രമോദിയെ സംബന്ധിച്ച് രാജ്യാന്തര തലത്തിലുള്ള ഡിപ്ലോമസിയിൽ 100% വിജയം നേടാത്ത ഒരു സംഗതി ഉണ്ടെങ്കിൽ അത് കൽഭൂഷൺ ജാദവിൻ്റെ കേസാണ്. മോദിയെ സംബന്ധിച്ച് മോദിക്ക് വ്യക്തിപരമായി തന്നെ ഒരു മുറിവ്, ഈ വലിയ മൃഗരാജനായ സിംഹത്തിന് ഒരു മുറിവ് കിട്ടിയാൽ മറക്കത്തില്ല എന്ന് പറയുന്ന പോലെ, മോദിയെ സംബന്ധിച്ച് മോദിയുടെ ഇതപര്യന്തമുള്ള ഈ 11 വർഷം കഴിയുമ്പോൾ മോദിക്ക് ഒരു സെറ്റ് ബാക്ക് പൂർണ്ണമായിട്ടും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒരു തിരിച്ചടി ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് കൽഭൂഷൺ ജാദവിൻ്റെ കേസിലാണ്. ആ കേസിനെ കുറിച്ച് ഞാൻ വിശദമായിട്ട് വരാം. അപ്പോൾ അതിനു മുമ്പ് മുഫ്തി ഷാമിറിനെ കുറിച്ച് പാർസൻ പറഞ്ഞല്ലോ. കൽഭൂഷൺ ജാദവിനെ ഒറ്റിക്കൊടുത്തത് മുഫ്തി ഷാമിർ എന്ന് പറയുന്ന ഈ മതപണ്ഡിതനായ തീവ്രവാദി ISI ചാരനാണെന്ന് പറയാം. പക്ഷേ അതിനു മുമ്പൊരു വിവാദമുണ്ട്. നമ്മുടെ നാട്ടിൽ ഇന്ത്യയുടെ വൈസ് പ്രസിഡന്റ് ആയിരുന്ന ഒരാളുണ്ടായിരുന്നു, മുഹമ്മദ് ഹമീദ് അൻസാരി. കോൺഗ്രസ് നിയോഗിച്ച ഇന്ത്യയുടെ ഉപരാഷ്ട്രപതിയായിരുന്നു. ഇന്ത്യയുടെ എല്ലാ രഹസ്യങ്ങളും അറിയാൻ കഴിയുന്ന ഒരാളാണ് പ്രധാനമന്ത്രി, പ്രസിഡന്റ്, ഉപരാഷ്ട്രപതി. ഇങ്ങനെ ഉപരാഷ്ട്രപതി സ്ഥാനത്തിരുന്ന ഇയാൾ പിന്നീട് സ്ഥാനമൊഴിഞ്ഞതിന് ശേഷം നിരവധി പോപ്പുലർ ഫ്രണ്ടിൻ്റെ പരിപാടികളിൽ പങ്കെടുത്തിട്ടുണ്ട്. വലിയ വിവാദമായിരുന്നു. അപ്പോൾ അതുപോലൊരു പദവിയിൽ ഇരിക്കാൻ ഒരിക്കലും യോഗ്യനല്ലാത്ത ഒരാളെ നമ്മൾ ഉപരാഷ്ട്രപതി സ്ഥാനത്ത് നിയോഗിച്ചതിൻ്റെ ചില തിക്തഫലങ്ങൾ ഇന്ത്യ അനുഭവിച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ ഉപരാഷ്ട്രപതി ആയതുകൊണ്ട് മാത്രം ഔദ്യോഗികമായി പറഞ്ഞിട്ടില്ല. അതിൽ പറയപ്പെടുന്ന അദ്ദേഹത്തിനെതിരെ ഉണ്ടായിട്ടുള്ള ഈ അൻസാരിയുടെ കാലത്തുണ്ടായിട്ടുള്ള അയാളുടെ പാകിസ്ഥാൻ അനുകൂലം അല്ലെങ്കിൽ പോപ്പുലർ ഫ്രണ്ട് അനുകൂലം തീവ്രവാദ ബന്ധത്തിന് വ്യക്തമാക്കുന്നതാണ് പോപ്പുലർ ഫ്രണ്ടിൻ്റെ പരിപാടികൾക്ക് ഇയാൾ പങ്കെടുത്തു എന്നുള്ളത്. അതുകൊണ്ട് തന്നെ അൻസാരി ഇപ്പോൾ കേൾക്കാനേ ഇല്ല. അൻസാരിയെക്കുറിച്ച് വളരെ സംശയകരമായ നിലപാടുള്ള, ഇന്ത്യയെ ഒറ്റിക്കൊടുത്ത ഒരാളാണെന്ന് പല തവണ BJP ഉൾപ്പെടെ ആക്ഷേപം ഉന്നയിച്ചിട്ടുണ്ട് അൻസാരിക്കെതിരെ. ഈ അൻസാരിയുടെ കാലത്ത് വിദേശ രാജ്യങ്ങളിൽ, പ്രത്യേകിച്ച് പാകിസ്ഥാനിലൊക്കെ പ്രവർത്തിക്കുന്ന നമ്മുടെ ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻറ്റുമാർ, റോയുടെ അണ്ടർ കവർ ഏജൻറ്റുമാരുടെ വിവരങ്ങൾ പാകിസ്ഥാന് ചോർത്തിക്കൊടുത്തു എന്നൊരു ആക്ഷേപമുണ്ട്, ഇപ്പോഴും ഉണ്ട്. ആ ആക്ഷേപം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. പലപ്പോഴും പലയിടത്തും പലരും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അൻസാരിയിൽ നിന്ന് ചോർന്നുപോയ ഒരു പേരാണ് കൽഭൂഷൺ ജാദവിൻ്റെത് എന്ന് പറയപ്പെടുന്നുണ്ട്. ഇത് അദ്ദേഹം നിശ്ചയിച്ചിട്ടുമില്ല, സർക്കാർ ഔദ്യോഗികമായി പറഞ്ഞിട്ടില്ല. പക്ഷേ ഇത്തരം കഥകൾ അന്തരീക്ഷത്തിലുണ്ട്. അപ്പോൾ ഒറ്റിക്കൊടുത്തത് മുഫ്തി ഷാമിറാണോ അതോ മുഹമ്മദ് ഹമീദ് അൻസാരി ആണോ എന്നുള്ള ചോദ്യം ഇപ്പോഴും നിൽക്കുന്നുണ്ട്. അത് മുന്നിൽ വെച്ചിട്ട് വേണം നമ്മൾ സംസാരിക്കാൻ. അപ്പോൾ ചാബഹാറിൽ ഇറാനിൽ ഇന്ത്യക്ക് ഒരു തുറമുഖമുണ്ട്. അവിടെ ഇന്ത്യക്ക് കൃത്യമായും അവിടുത്തെ കാര്യങ്ങൾ നിരീക്ഷിക്കാൻ ഇന്ത്യക്ക് സംവിധാനം ഉണ്ടാവാം. പിന്നെ കൽഭൂഷൺ ജാദവിനെ സംബന്ധിച്ച് നമ്മൾ പറയുന്നത് ഞങ്ങളുടെ ഏജൻ്റൊന്നുമല്ല, അദ്ദേഹം നേരത്തെ നേവിയിൽ നിന്ന് റിസൈൻ ചെയ്തിട്ട് സ്വന്തമായി ഇറാനിൽ പോയിട്ട് ചാബഹാറിൽ ബിസിനസ് നടത്തുകയാണ് എന്നാണ് ഇന്ത്യയുടെ വെർഷൻ. ഇന്ത്യയെ സംബന്ധിച്ച് നമ്മൾ ലോകത്തെ ഒരു രാജ്യവും അവരുടെ അണ്ടർ കവർ ഓഫീസർമാർ, ചാരസംഘടനയിൽപ്പെട്ട ആളുകൾ പിടികൂടിയാൽ ഞങ്ങളുടെയാണെന്ന് പറയത്തില്ല. കാരണം വിദേശ രാജ്യത്ത് പോയി ആ രാജ്യത്തെ രഹസ്യങ്ങൾ ചോർത്തിയെടുക്കുന്നത് രാജ്യാന്തര നിയമങ്ങൾക്കെതിരാണ്. പക്ഷേ എല്ലാ രാജ്യവും എല്ലായിടത്തും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ പോലെ 2016 മാർച്ച് 3 കുൽഭൂഷൺ ജാദവിനെ പിടികൂടിയിട്ട് ഇവർ പറഞ്ഞു ഇന്ത്യയുടെ ചാരനാണെന്ന് പറഞ്ഞു. പിന്നീട് ഒരു വലിയ പ്രകടമായ ഒരു മാറ്റം എന്ന് പറയുന്നത് അന്നത്തെ പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുടെ വിദേശകാര്യ ഉപദേഷ്ടാവായിരുന്ന സർതാജ് അസീസ് 2016 തന്നെ ഡിസംബർ 7 പറഞ്ഞു
ഇയാൾ ഇന്ത്യയുടെ ചാരനാണ് എന്നതിന് ഞങ്ങളുടെ കയ്യിൽ തെളിവൊന്നുമില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് ഇന്ത്യ ഇത് അന്താരാഷ്ട്ര വേദിയിലൊക്കെ ഉന്നയിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഐക്യരാഷ്ട്ര സംഘടനയ്ക്ക് തെളിവുകളൊക്കെ മാറി അതിന് കൈമാറി എന്ന് പാകിസ്ഥാൻ പറയുന്നു. അതിനുശേഷം ഇന്ത്യൻ ചാരനാണെന്ന് തെളിവുകളില്ല എന്ന് പറഞ്ഞ പാക് വിദേശകാര്യമന്ത്രിയുടെ ഉപദേഷ്ടാവായ സർതാജ് അസീസ് തൻ്റെ പ്രസ്താവന പിൻവലിച്ചു. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല, ഞാൻ പറഞ്ഞത് തെറ്റാണെന്നൊക്കെ പറഞ്ഞു. ഏതായാലും ഇയാളെ വിചാരണ ചെയ്ത് ഡിസംബറിൽ കഴിഞ്ഞ 2016 ഡിസംബറിൽ കൽഭൂഷൺ ജാദവിന് വധശിക്ഷ വിധിച്ചു പാകിസ്ഥാൻ. വധശിക്ഷ വിധിച്ചുകൂടെ ഇന്ത്യ ചെയ്തത്, ഇന്ത്യ പാകിസ്ഥാനുമായിട്ടുള്ള കരാറിൻ്റെ ഭാഗമായി അങ്ങോട്ട് വിട്ടുകൊടുക്കാമെന്ന് സമ്മതിച്ച 13 പാകിസ്ഥാനികളെ വിട്ടുകൊടുത്തില്ല. പാകിസ്ഥാനുമായി ഇനി ഇത്തരം കാര്യങ്ങളിൽ ചർച്ചയേ ഇല്ല, ഒരു ചർച്ചയുമില്ല എന്ന് പറഞ്ഞ് പാകിസ്ഥാനുമായുള്ള ചർച്ചകൾ നമ്മൾ ഏകപക്ഷീയമായി അവസാനിപ്പിച്ചത് കൽഭൂഷൺ ജാദവിൻ്റെ കേസിനെ തുടർന്നാണ്. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു? ഈ 5 തവണ ഇന്ത്യ ഞങ്ങൾക്ക് കൽഭൂഷൺ ജാദവിനെ കാണണം എന്നാവശ്യപ്പെട്ടു. പാകിസ്ഥാൻ സമ്മതിച്ചില്ല. ഒരു തവണ കൽഭൂഷൺ ജാദവ് തന്നെ ഇരുന്നിട്ട് ഞാൻ ഇന്ത്യക്ക് വേണ്ടി ചാരവൃത്തി നടത്തി എന്ന് പറയുന്നൊരു വീഡിയോ പാകിസ്ഥാൻ പുറത്തുവിട്ടു. ഇന്ത്യ പറഞ്ഞു അതൊന്നും പറ്റില്ല, നിങ്ങളുടെ കസ്റ്റഡിയിലിരിക്കുന്ന ആളുകൾ കൊണ്ട് നിങ്ങൾ ഉപദ്രവിച്ച് ദേഹോപദ്രവം ചെയ്യിച്ച് പറയിക്കുന്നതാണ്, ഇതൊന്നും നമ്മൾ അംഗീകരിക്കില്ല എന്ന് പറഞ്ഞിട്ട് ഇന്ത്യ അന്താരാഷ്ട്ര കോടതിയിൽ, ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിൽ ഇന്ത്യ പരാതി കൊടുത്തു. നമ്മൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം പറ്റുന്ന ഹരീഷ് സാൽവയെ ഉപയോഗിച്ചിട്ടാണ് ആ കേസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പാകിസ്ഥാൻ വധശിക്ഷ വിധിച്ചെങ്കിലും ഇതുവരെ ആ വധശിക്ഷ അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ ഇടപെടലിനെ സംബന്ധിച്ച് നടപ്പാക്കിയിട്ടില്ല, അതേ തുടർന്ന് നടപ്പായിട്ടില്ല. ഇതാണ് ഈ കേസിൻ്റെ സ്റ്റാറ്റസ്. അപ്പോൾ ഇന്ത്യ വളരെ കാര്യമായി കൽഭൂഷൺ ജാദവിൻ്റെ മോചനത്തിന് വേണ്ടി കാര്യമായി ഇടപെടൽ നടത്തിയിട്ടുണ്ട്. ഇന്ത്യക്ക് യുദ്ധം ചെയ്ത് കൽഭൂഷൺ ജാദവിനെ മോചിപ്പിക്കാൻ പറ്റില്ല. പാകിസ്ഥാന് കൊടുക്കാനുണ്ടായിരുന്ന അങ്ങോട്ട് കൊടുക്കാനുള്ള തടവുപുള്ളികളെ വിട്ടുകൊടുത്തില്ല, അവരുമായിട്ട് ചർച്ചയില്ലെന്ന് പറഞ്ഞു. ഇൻ്റർനാഷണൽ കോർട്ടിൽ നമ്മൾ പോയി ആ കേസ് നടത്തി വധശിക്ഷ ഇപ്പോൾ സ്റ്റേ ചെയ്തതുപോലെ നിൽക്കുകയാണ്. ഏപ്രിൽ 17 വധശിക്ഷ വിധിച്ചത്, ഡിസംബറിലല്ല. അപ്പോൾ ഇങ്ങനെ കുറേ പശ്ചാത്തലം ഇതിനിടയ്ക്കുണ്ട്. അദ്ദേഹം അവരുടെ തടവിലാണ്, പാകിസ്ഥാൻ തടവിലാണ്. അപ്പോൾ ഈ മാർച്ചിൽ കൽഭൂഷൺ ജാദവിനെ തട്ടിക്കൊണ്ടുപോകുന്നത് അവിടെ ചാബഹാറിൽ നിന്ന് ചില ബലൂചിസ്ഥാനടുത്തുള്ള ഒരു സ്ഥലത്തു നിന്നാണ്, ഇറാൻ പാകിസ്ഥാൻ അതിർത്തിയിൽ നിന്നാണ് ഇവർ തട്ടിക്കൊണ്ടുപോകുന്നത്. ആ പോയത് മുഫ്തി ഷാ മിറിൻ്റെ കൂടെ അനുയായികളുള്ള മുല്ല ഒമർ ഇറാനി എന്ന് പറയുന്ന ആളിൻ്റെ നേതൃത്വത്തിലായിരുന്നു തട്ടിക്കൊണ്ടുപോയി കുൽഭൂഷൺ ജാദവിനെ പിടിച്ചുകൊണ്ട് പോയിട്ട് പാകിസ്ഥാൻ പട്ടാളത്തിന് കൈമാറിയത്. പക്ഷേ പിന്നീട് സംഭവിച്ചത്, ഈ ഇറാനി ഉണ്ടല്ലോ, ഷാ മിർ എന്ന് പറഞ്ഞ ഇന്നലെ കൊല്ലപ്പെട്ട ഈ ആളുടെ നിർദ്ദേശപ്രകാരം കൽഭൂഷൺ ജാദവിന് പിടിച്ചു കൊടുത്ത ഇറാനിയും ഇറാനിയുടെ 2 മക്കളെയും അജ്ഞാതൻ വെടിവെച്ചു കൊന്നു. ആരാണെന്നൊരു അജ്ഞാതനാണ്. അത് എപ്പോഴാണ്? 2020 നവംബറിൽ തുർബത്ത് ഏരിയ എന്ന് പറഞ്ഞാൽ ബലൂചിസ്ഥാൻ്റെ അടുത്തുള്ള പ്രദേശമാണ്. തുർബത്ത് ഏരിയയിൽ വെച്ചിട്ട് അജ്ഞാതൻ ഇറാനിയെയും 2 മക്കളെയും കൊന്നു. കൽഭൂഷൺ ജാദവിനെ പിടിച്ചു കൊടുത്ത ആൾ, ആരുടെ ഉത്തരവ് പ്രകാരം? മഫ്തി ഷാമിറിൻ്റെ ഉത്തരവ് പ്രകാരം പിടിച്ചു കൊടുത്ത അയാളെയും 2 മക്കളെയും കൊന്നു. അതിനുശേഷം കുറച്ച് കാലമായി ഈ പ്രശ്നങ്ങളൊന്നുമില്ലായിരുന്നു. പക്ഷേ കഴിഞ്ഞ ആഴ്ച ഈ ഷാമിറിൻ്റെ പാർട്ടിയാണ്, ഞാൻ പറഞ്ഞില്ലേ, ജമിയത്ത് ഉലമ ഇസ്ലാം, അതിൻ്റെ നേതാക്കളായ 2 പേർ, വിദേര ശ്യാം സർവാർ, മൗലവി അമാനുള്ള, ഇങ്ങനെയുള്ള 2 പേര് അതിനെ നടന്നു പോകുമ്പോൾ ബൈക്ക് വന്ന് 2 പേര് ഇവരെ അങ്ങ് പിടിച്ചു വന്നു. അപ്പോൾ ഇതെല്ലാം കൽഭൂഷൺ ജാദവുമായി ബന്ധപ്പെട്ടതാണ്. ആദ്യം കൽഭൂഷൺ ജാദവിനെ പിടിച്ച ഇറാനിയെ കൊന്നു. ഇറാനിയുടെ അടുപ്പക്കാരായ ഈ പാർട്ടിയുടെ പ്രധാനപ്പെട്ട പ്രവർത്തകരായ വദേര ഗുലാം സർവാറിനെയും മൗലവി അമാനുള്ളയും കഴിഞ്ഞ ആഴ്ച കൊന്നു. ഇതോടുകൂടി ഇവർക്ക് പാകിസ്ഥാൻ പോലീസ് സെക്യൂരിറ്റി ഏർപ്പെടുത്തിയിരുന്നു, സംഘർഷം. ആ സംഘർഷത്തിൽ വന്ന സെക്യൂരിറ്റിക്കാരനെ തട്ടി, അവരെയും തട്ടി. ബൈക്കിൽ വന്നവർ നല്ല വെടിക്കാരായിരുന്നു. അവർ നല്ല ടകടകയെന്നും പണി കൊടുത്തിട്ട് അവർ വീട്ടിൽ പോയി. സെക്യൂരിറ്റിക്കാരനും തുറന്നു. സെക്യൂരിറ്റിക്കാരൻ തിരിച്ച് വെടിവെക്കാൻ പോലും പറ്റിയില്ല. അതിനു മുമ്പ് അവരും തട്ടി. അജ്ഞാതർ. അപ്പോൾ അജ്ഞാതനല്ല, അജ്ഞാതറുണ്ട്. അതെല്ലാം കഴിഞ്ഞിട്ട് ഇതേ തുടർന്ന് നമ്മുടെ ഇപ്പം ഇന്നലെ കൊല്ലപ്പെട്ട മുഫ്തി ഷാമിറിനെ 2 തവണ ഇതിനു മുമ്പ് വെടിവെച്ചു. 2 തവണ ഈ അജ്ഞാതനും ഉന്നം തെറ്റിപ്പോയി. അതേ തുടർന്ന് പാകിസ്ഥാൻ പറഞ്ഞോ, താൻ ഇങ്ങനെ പുറത്തിറങ്ങി നടക്കണ്ട, താൻ ഞങ്ങൾക്ക് പിടിച്ചൊക്കെ കൽഭൂഷൺ ജാദവിനെയൊക്കെ തന്നു, പക്ഷേ ഇന്ത്യയാണോ എന്നറിയത്തില്ല, ഒരു അജ്ഞാതൻ തന്നെ ആ കൽഭൂഷൺ ജാദവിനെ പിടിച്ചവരെ നോക്കി നടക്കുന്നു, താൻ ഇനി പുറത്തൊന്നും ഇറങ്ങണ്ട എന്ന് പറഞ്ഞു. അങ്ങനെ ഇയാൾ പുറത്തിറങ്ങാതെ മുഫ്തി ഷാമിർ അങ്ങനെ പുരയ്ക്കുള്ളിൽ അർമാദിച്ചിരിക്കരുത്. പക്ഷെ നോമ്പ് കാലമൊക്കെ അല്ലേ, ഒന്ന് പള്ളിയിൽ പോയേക്കാന്ന് പുള്ളി
ഇന്നലെ തീരുമാനിച്ചു. അങ്ങനെ അദ്ദേഹം ഈ തുർബത്ത് ഏറിയയിൽ തന്നെയുള്ള പള്ളിയിൽ വന്നു, വെള്ളിയാഴ്ച നിസ്കരിച്ച് തല പൊന്തുക്കുമ്പോഴത്തേക്ക് പോയിന്റ് ബ്ലാങ്കിൽ രണ്ടുപേര് വന്ന് ടക്ക എന്ന തലയുടെ രണ്ട് വശത്തും വെടി വെച്ചു. അവർ വന്ന് ബൈക്കിൽ കയറി, അവർ കൂളായിട്ട് പോയി. അവസാനം തലയ്ക്കകത്ത് രണ്ടുണ്ട കയറിയ ഷാ മിറിനെ ആശുപത്രിയിൽ എത്തിച്ചപ്പോഴും ആൾ വടിയായിപ്പോയി എന്ന് പറഞ്ഞു. അപ്പോൾ ഇതാണ് നടന്നത്. അപ്പോൾ അജ്ഞാതൻ ഇങ്ങനെ പാകിസ്ഥാനിൽ നിരന്തരം ആറാടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളത് തമാശയായിട്ട് കാണണ്ട. കാരണം ഇതിനകത്ത് ഇന്ത്യയുടെ ഒരു വാശിയുണ്ട്. ഇന്ത്യക്കൊരു വാശിയുണ്ട്. നമുക്ക് പറഞ്ഞിട്ട് നമ്മുടെ ഏജൻ്റ് ആവട്ടെ, ഏജൻ്റ് അല്ലാതിരിക്കട്ടെ. ഇപ്പം വികാസ് യാദവിൻ്റെ കേസ് അറിയാമല്ലോ. പന്വനെ അമേരിക്കയിൽ വെച്ച് കൊല്ലാൻ തീരുമാനിച്ചു എന്ന വികാസ് യാദവിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഇന്ത്യ പറഞ്ഞു നമ്മുടെ ആളൊന്നുമില്ല, പുള്ളി CRPFൻ്റെ പാരാമിലിറ്ററി കമാൻഡർ ആയിരുന്നു. അയാൾ അവിടുന്ന് പോയി. അമേരിക്ക പറഞ്ഞു ബൈഡൻ്റെ കാലത്ത് അമേരിക്ക ഇപ്പോൾ അയാളെ തിരിച്ചു തരണം, യൂണിഫോമിലിരിക്കുന്ന ഫോട്ടോയൊക്കെ വെച്ചിട്ട് വാണ്ടഡ് FB എന്ന് പോസ്റ്ററൊക്കെ ഇറക്കി, ലുക്കൗട്ട് നോട്ടീസൊക്കെ അമേരിക്ക ഇറക്കി. അപ്പോൾ ഇന്ത്യ പറഞ്ഞു അയാളിപ്പോൾ CRPF പോലില്ല, CRPF നിന്ന് ഡെപ്യൂട്ടേഷനിൽ റോയി പോയാണ്. അയാളിപ്പോൾ മാത്രമല്ല, ഒരാളെ വിളിച്ചുകൊണ്ട് പോയിട്ട് അവൻ്റെ മാല പൊട്ടിച്ച കേസിൽ പ്രതിയാണ്. ആ കേസിൻ്റെ വിചാരണ ഇന്ത്യൻ കോടതി നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് വിട്ടുതരാൻ പറ്റില്ല എന്ന് പറയും. അമേരിക്ക എന്ത് ചെയ്യാൻ പറ്റും? അമേരിക്ക നോക്കുമ്പോൾ ശരിയാണ്, അയാൾ ഒരുത്തനെ തട്ടിക്കൊണ്ട് പോയിട്ട് അത് ഇന്ത്യയിൽ ഒരു പാരാമിലിറ്ററി കമാൻഡർ ആയിരുന്ന ഒരാൾ വഴിയെ പോയി ഒരുത്തൻ്റെ മാല പൊട്ടിച്ചെടുത്തു എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. ചിലപ്പോൾ പൊട്ടിച്ചിട്ടുണ്ടാവും. ഏതായാലും അതിൻ്റെ പേരിൽ കേസ് ചാർജ് ചെയ്തു. ആ കേസ് മജിസ്ട്രേറ്റ് കോടതിയിൽ വിചാരണയിലാണ്. അവിടെ ചിലപ്പോൾ ശിക്ഷിച്ചു കഴിഞ്ഞാൽ പുള്ളി എന്ത് ചെയ്യും? ജില്ലാ കോടതിയിൽ അപ്പീൽ പോകും. ജില്ലാ കോടതി ശിക്ഷിച്ചാൽ ചിലപ്പോൾ ഹൈക്കോടതി അപ്പീൽ പോകും. ഹൈക്കോടതിയിൽ അപ്പീൽ പോയാൽ അയാൾ സുപ്രീം കോടതി വരെ അപ്പീൽ പോകും. ഇത്രയും കാലം കേസ് കിടക്കുന്ന ആളെ അമേരിക്കയ്ക്ക് തരാൻ പറ്റുമോ? അമേരിക്കയെ ബൈഡൻ ചേട്ടാന്നാണ് നമ്മൾ ചോദിച്ചത്. അപ്പോൾ അതൊക്കെ അതിൻ്റെ വഴിക്ക് അങ്ങനെയൊക്കെയാണ് നടപടിക്രമങ്ങൾ. ഇത് അമേരിക്കയ്ക്കും അറിയാം. അമേരിക്കയുടെ ഒരു CA കാരനെ ഇങ്ങോട്ട് വിട്ടുതരാൻ പറഞ്ഞാൽ അമേരിക്ക തരുമോ? ഇല്ല. അമേരിക്ക CAയോ ഏത്? അയാൾ CAയിലൊന്നുമല്ല, അയാൾ ഇവിടെ മുറുക്കാങ്കട നടത്തുകയെന്ന് പറയും. എന്ന് പറഞ്ഞ പോലെ ചാബഹാറിൽ കച്ചവടം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം പിടിച്ചു കഴിഞ്ഞാൽ ഒരു രാജ്യവും അവരുടെ സ്പൈകളുടെ കാര്യം, മൊസാദിനെ പിടിച്ചാലും അവർ മൊസാദാണെന്ന് പറയത്തില്ല. അങ്ങനെയാണ്. അതുകൊണ്ടാണ് ഇവരെ അണ്ടർ കവർ ഓഫീസർമാർ എന്ന് പറയുന്നത്. അവരൊരിക്കലും റോയാവട്ടെ, CIA ആവട്ടെ, അല്ലെങ്കിൽ മൊസാദ് ആവട്ടെ, അവരെ ചുമതലപ്പെടുത്തിയിരിക്കുന്ന സ്ഥലങ്ങളിൽ പ്രവർത്തിക്കുന്നത് അവരുടെ ഔദ്യോഗിക വിലാസത്തിലോ പേരിലോ ആയിരിക്കത്തില്ല. ചിലപ്പോൾ മീൻ കച്ചവടം ആയിരിക്കും നടത്തുന്നത്, ചിലപ്പോൾ മുറുക്കാൻകടയായിരിക്കും, ചിലപ്പോൾ ഹോട്ടൽ തൊഴിലാളിയായിരിക്കും. അങ്ങനെ പല വേഷത്തിൽ പല രൂപത്തിലാണ് അവർ ജോലി ചെയ്തത്. അവരുടെ ഐഡന്റിറ്റി അങ്ങനെയായിരിക്കും. അതുകൊണ്ടാണ് അണ്ടർ കവർ ഓഫീസർമാർ. രേഖകളിൽ ഉണ്ടാവത്തില്ല. നമ്മുടെ സർക്കാരിൻ്റെ രേഖ എടുത്ത് നോക്കിയാൽ കൽഭൂഷൺ യാദവ് അങ്ങനെ ഒരു പേരുണ്ടാവത്തില്ല. അതൊക്കെ വളരെ സീക്രട്ടായിട്ട് ഏറ്റവും ടോപ്പ് ലെവലിൽ മാത്രം കൈകാര്യം ചെയ്യുന്ന പേരുകളാണ്. അങ്ങനെയുള്ള നമ്മുടെ ഒരു ഓഫീസറെ ഒറ്റുകാരെ വെച്ച് പിടിക്കുകയും അയാളെ അതിഭീകരമായി ഭേദ്യം ചെയ്ത് ഇന്ത്യക്കെതിരെ വീഡിയോ ഉണ്ടാക്കി അത് പുറത്തുവിടുകയും എന്നിട്ട് നമ്മളൊന്ന് ആവശ്യപ്പെട്ടപ്പോൾ കാണാൻ പോലും 5 തവണ ചോദിച്ചിട്ട് കാണാൻ പോലും സമ്മതിക്കാതിരിക്കുകയും എന്നിട്ട് വധശിക്ഷ വിധിക്കുകയൊക്കെ ചെയ്തതിൻ്റെ ഒരു പക ഇന്ത്യക്കുണ്ട്. ആ പക നമ്മൾ വീട്ടും. അത് വ്യക്തിപരമായി മോദിയെ സംബന്ധിച്ച്, അമിത്ഷായെ സംബന്ധിച്ച്, അജിത് ഡോവലിനെ സംബന്ധിച്ച് പാകിസ്ഥാനിൽ പോയിട്ട് മുസ്ലിമിൻ്റെ വേഷത്തിൽ വർഷങ്ങളോളം താമസിച്ച ആളാണ് അജിത് ഡോവൽ. അപ്പോൾ പാകിസ്ഥാൻ ഇക്കാര്യത്തിൽ എടുത്ത നിലപാട് ഒട്ടും ശരിയല്ല. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങളത് മാന്യമായി കൈമാറേണ്ടതായിരുന്നു എന്നൊരു സ്റ്റാൻഡുണ്ട്. കാരണം ചാരവൃത്തി എന്ന് ഇപ്പം നമ്മൾ ഈ വർദ്ധമാൻ്റെ കാര്യത്തിൽ ഇനി പാകിസ്ഥാൻ വിറച്ചുപോയല്ലോ. മോദി എന്ന് പറഞ്ഞത് വർദ്ധമാനെ വല്ലതും ചെയ്താൽ ലാഹോർ അങ്ങ് കത്തിച്ചേക്കാനാണ് പറഞ്ഞത്. മിസൈലുകളൊക്കെ നമ്മൾ റെഡിയാക്കി വെച്ചിരുന്നു അയക്കാൻ വേണ്ടി. ഇത് പാകിസ്ഥാൻ അറിയായിരുന്നു. അതുകൊണ്ടാണ് വളരെ ഒരു പരിക്കും ഇല്ലാതെ ഒന്നാം തരം ചായയൊക്കെ കൊടുത്ത് അഭിനന്ദനെ വിട്ടു തന്നത്. പക്ഷേ എന്തുകൊണ്ട് കൽഭൂഷൻ്റെ കാര്യത്തിൽ അങ്ങനെ പറ്റുന്നില്ല എന്നൊരു ചോദ്യം സ്വാഭാവികമാണ്. പക്ഷെ അത് മറ്റത് ആർമിയാണ്, പട്ടാളക്കാരനാണ്, ഇന്ത്യൻ സൈനികനാണ്, എയർഫോഴ്സ് പൈലറ്റാണ്. അപ്പൊ പൈലറ്റാണെന്ന് നമുക്ക് പറയാം. മറ്റത് റോയാണ്, ഞങ്ങളുടെ ചാരനാണെന്ന് പറയാൻ പറ്റില്ല. അതാണ് പ്രശ്നം. എന്നാൽ പോലും നമ്മൾ കൽഭൂഷണെ വിട്ടിട്ടില്ല. കൽഭൂഷന് വേണ്ടി ഇന്ത്യ ചെയ്യാവുന്നതിൻ്റെ പരമാവധി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കൽഭൂഷണെ ചതിച്ച് തടവിലാക്കി 2016 മുതൽ 10 വർഷമായി കൽഭൂഷൺ ഇപ്പോൾ ജയിലിൽ കഴിയുകയാണ്. കൽഭൂഷൻ്റെ വേദനയ്ക്ക്, ത്യാഗത്തിന് ഇന്ത്യ കണക്ക് തീർത്തുകൊണ്ടിരിക്കുകയാണ്. ഇത് ചോര കൊണ്ടാണ് എന്നതിൻ്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് മുഫ്തി ഷാമിറിൻ്റെ ഈ കൊലപാതകം. വീട്ടിൽ കയറി അടിക്കുമെന്ന് പറഞ്ഞ് വീട്ടിൽ കയറിയല്ല, മസ്ജിദിൽ കയറി നിസ്കരിച്ച് ഒന്ന് തല പൊന്തിക്കുന്നതിന് മുമ്പ് തീർക്കാൻ ഇന്ത്യക്ക് കഴിയുമെന്ന് കാണിച്ചു എന്ന് ഞാൻ പറയുന്നില്ല, അജ്ഞാതനാണ്. ഏതായാലും നമ്മുടെ ആളുകൾ അനുഭവിച്ച ത്യാഗത്തിന്, വേദനയ്ക്ക്, കണ്ണീരിന്, വിയർപ്പിന്, ചോരയ്ക്ക് എണ്ണി കണക്ക് ചോദിക്കും ഇന്ത്യ എന്ന് 2014 ശേഷം മോദി തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ്.
അപ്പോൾ വീണ്ടും പാകിസ്ഥാനിൽ ഒരു വെടിയൊച്ച മുഴങ്ങുമ്പോൾ നമുക്ക് സന്തോഷമാണ്. അജ്ഞാത നീ നീണാൾ വാഴ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.